Welcome to KAS Economics Hub, deciphering economics for competitive exams. We can start a new topic, which is the special types of banks in India. So, India special types of banks are we discuss here. And in the last class, when we discussed the history of banking in India, we have discussed public sector bank, private banks, foreign banks. പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ ബാങ്ക്, അതുപോലെ വിദേശ ബാങ്കുകൾ. ഇവയുടെ പ്രത്യേകത എന്താണ്, അവയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് അടുത്ത് പഠിക്കാൻ പോകുന്നത് പൊതുമേഖലാ ബാങ്കും അല്ലെങ്കിൽ പ്രൈവറ്റൈസ്ഡ് ബാങ്കും ഇത് കൂടാതെ തന്നെ ഇന്ത്യയിൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചില പ്രത്യേക ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്കുകളാണ്. അതാണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഫസ്റ്റ് പറയാൻ പോകുന്നത് ഇറ്റ് ഈസ് the RRBR, Regional Rural Bank, or commonly called as Grameen Bank. So, Grameen Bank എന്ന് commonly അറിയപ്പെടുന്ന RRB or Regional Rural Bank ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. And this RRB or Grameen Bank was established based on the recommendation of a study group. നരസിംഹം വർക്കിംഗ് ഗ്രൂപ്പ് എന്നൊരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യയിലെ RRB സെറ്റ് ചെയ്തത്. സോ നമ്മൾ കണ്ടിരുന്നു when we discussed nationalization of banks in India 1969-ലും 1980-ലും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുള്ള സ്വകാര്യ ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു, പൊതുമേഖലാ ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഡ്യൂറിംഗ് 69 and 1980. എന്നാൽ ഈ പറഞ്ഞ 69 നാഷണലൈസേഷൻ ശേഷവും ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് ഫാമേഴ്സ് കമ്മ്യൂണിറ്റി, അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്മോൾ എന്റർപ്രണേഴ്സ് ഇവരിലേക്ക് കൃത്യമായ ക്രെഡിറ്റ് എത്തുന്നില്ല എന്ന് ഗവൺമെന്റ് കണക്കാക്കുകയാണ്, ആസ് പെർ ദ സ്റ്റഡി മെയ്ഡ് ബൈ നരസിംഹം വർക്കിംഗ് ഗ്രൂപ്പ്. അങ്ങനെ ഈ കമ്മിറ്റിയാണ് നമ്മുടെ ഗ്രാമീണ മേഖലയുടെ പ്രത്യേകിച്ച് ഫാമേഴ്സ് കമ്മ്യൂണിറ്റി, ദെൻ അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്മോൾ എന്റർപ്രണേഴ്സ് ഇങ്ങനെയുള്ള പ്രത്യേക സെക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ക്രെഡിറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ബോഡി രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്നത്, സെപ്പറേറ്റ് ബാങ്ക് രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്നത്. അതാണെന്ത് ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിലെ ആദ്യ ഗ്രാമീൺ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2 October 1975-ലാണ്. ആൻഡ് ദ നെയിം ഓഫ് ദ ബാങ്ക് വാസ് പ്രഥമ ബാങ്ക് ഇൻ മൊറാദാബാദ്. നമ്മുടെ UP-യിലുള്ള പ്രഥമ ബാങ്ക്, അതാണ് ഇന്ത്യയിലെ ആദ്യ RRB എന്ന് പറഞ്ഞത്. ആൻഡ് ആൾസോ വി ക്യാൻ സി ഈ RRB എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു വീക്കർ സെഷൻസ് ഇൻ റൂറൽ ഏരിയ. ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾ, വീക്കർ സെഷൻസ്, എസ്പെഷ്യലി സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ലാൻഡ്ലെസ് ലേബറേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്മോൾ എന്റർപ്രണേഴ്സ് ഇവർക്കെല്ലാം മിതമായ പലിശ നിരക്കിൽ ലോൺ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുകയാണ് RRBയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ആൻഡ് ആൾസോ വി ക്യാൻ സി ഈ RRB നിലവിൽ വരുമ്പോൾ ദ ഗവൺമെന്റ് വാണ്ട്സ് ടു എലിമിനേറ്റ് the unorganized sector or unorganized financial market in the rural area. നമുക്കറിയാം ഗ്രാമീണ മേഖലയിൽ ഓർഗനൈസ്ഡ് നേച്ചറിനേക്കാളും അൺഓർഗനൈസ്ഡ് സെക്ടർ വലിയ ഇതിൽ വ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മണി ലെൻഡേഴ്സ്, പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആളുകൾ കൂടുതലാണ്. ആൻഡ് ഈ പറഞ്ഞ പലപ്പോഴും ഫാമേഴ്സ് ഹാവ് ടു പേ ഹെവി ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദ ലോൺസ് ടേക്കൻ ഫ്രം മണി ലെൻഡേഴ്സ്. സോ ഇത് ഒഴിവാക്കുക എന്ന ലക്ഷ്യവും RRBയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് വഴി ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ആൻഡ് RRBയുടെ ഒരു സെറ്റപ്പ് നോക്കുവാണെങ്കിൽ RRB ഈസ് ഹാവിങ് എ ട്രൈപാർട്ടൈറ്റ് ഓണർഷിപ്പ് ആണ്. സോ അറിഞ്ഞിരിക്കുക, RRB ഈസ് ഹാവിങ് എ ട്രൈപാർട്ടൈറ്റ് ഓണർഷിപ്പ്. ട്രൈപാർട്ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പാർട്ടി അല്ലെങ്കിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ RRB ഓൺ ചെയ്യുന്നുണ്ട്. സോ ഒരു RRB ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ RRBയുടെ 50% ഓണർഷിപ്പ് വിൽ റെസ്റ്റ് വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ്. സോ കേന്ദ്ര ഗവൺമെന്റിലായിരിക്കും ഒരു RRBയുടെ 50% ഓണർഷിപ്പ് വരുന്നത്. ദെൻ ദ നെക്സ്റ്റ് 35% വിൽ റിലൈ ഓൺ ദ സ്പോൺസർ ബാങ്ക്. സോ 50% കേന്ദ്ര ഗവൺമെന്റ്, 35% നമ്മുടെ ഒരു സ്പോൺസർ ബാങ്ക്. സ്പോൺസർ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും. ഒരു നാഷണലൈസ്ഡ് ബാങ്ക്, ഇന്ത്യയിലെ നാഷണലൈസ് ചെയ്യപ്പെട്ട ബാങ്ക്,
അതായിരിക്കും എന്ത് സ്പോൺസർ ബാങ്ക് ആയിട്ട് മാറുന്നത്. ഇനി ബാക്കിയുള്ള 15% സംസ്ഥാന ഗവൺമെന്റിലായിരിക്കും വരുന്നത്. സോ വി ക്യാൻ സി RRBയുടെ ഓണർഷിപ്പ് നോക്കുമ്പോൾ 50% ആരുടെയിലാണ്? ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ്, 35% നമ്മുടെ സ്പോൺസർ ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നാഷണലിസ്റ്റ് ബാങ്ക്. RRB ആണ് തീരുമാനിക്കുന്നത് ഏത് ബാങ്കിനാണ് ഒരു RRBയുടെ ചുമതല എന്നുള്ളത്. RB ആയിരിക്കും തീരുമാനിക്കുന്നത്. Then 15% with the state government. So 50, 35, 50. This is the ownership share of an RRB in India. And നമ്മുടെ കേരളത്തില് RRB ഉണ്ട്. And the name of the RRB is Kerala Grameen Bank. And you can see ഈ കേരള ഗ്രാമീൺ ബാങ്കിന്റെ അക്കൗണ്ട് ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ അതിന്റെ ബോർഡോ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് കാണാൻ കഴിയും കേരള ഗ്രാമീൺ ബാങ്ക്, അതിന് താഴെയായിട്ട് സ്പോൺസേർഡ് ബൈ കാനറ ബാങ്ക് എന്ന് കാണാൻ കഴിയും. സോ ഇഫ് യു ആർ സീയിങ് എനി RRB, അതിന് താഴെ അല്ല RRBക്ക് ഒപ്പം തന്നെ, ആ പേരിനൊപ്പം തന്നെ ഏത് നാഷണലൈസ്ഡ് ബാങ്ക് ആണ് ആ ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്യുന്നത് എന്ന് കാണിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഒക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്രാമീൺ ബാങ്കിന്റെ ലോഗോയ്ക്കൊപ്പം തന്നെ കാനറ ബാങ്കിന്റെ ലോഗോ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് ആൾസോ നമ്മുടെ കേരളത്തിൽ മുന്നേ 2 ഗ്രാമീൺ ബാങ്ക് ഉണ്ടായിരുന്നു. അതാണ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, അതുപോലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്. സോ ഏർലി കേസ് നമ്മുടെ കേരളത്തിൽ 2 ഗ്രാമീൺ ബാങ്ക് ഉണ്ടായിരുന്നു, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആൻഡ് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്. 2013 ഈ 2 ബാങ്കിനെ എന്ത് ചെയ്തു? ഗവൺമെന്റ് മെർജ് ചെയ്തു. അതിനുശേഷം ഒരു സിംഗിൾ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് എന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ഇവ മാറ്റപ്പെട്ടു. ആൻഡ് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ പറയുകയാണെങ്കിൽ മലപ്പുറമാണ്. ആൻഡ് ആസ് ഓഫ് 2018 ഡേറ്റ പ്രകാരം ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഇൻ ഇന്ത്യ. കേരള ഗ്രാമീൺ ബാങ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക്. സോ ഇത് അറിഞ്ഞിരിക്കുക, ഗ്രാമീൺ ബാങ്കിന്റെ ഡേറ്റ ലൈക്ക് ഹെഡ് ക്വാർട്ടർ എന്ന് രൂപീകരിച്ചു. ആൻഡ് ഇൻ ദ സ്റ്റാറ്റസ് ഇറ്റ് ഈസ് ദ കറന്റ്ലി ദ ലാർജസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ RRB ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയുടെ പേരാണ് ഖേൽക്കർ കമ്മിറ്റി. സോ 1987 ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. മെയിൻലി ദിസ് കമ്മിറ്റി studies the significance, the impact and the suggestions in RRB governance. നമ്മുടെ RRBയുടെ ഗവേണൻസിലും അവരുടെ പ്രവർത്തനത്തിലും ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് 87 ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് there will not be any addition or there will not be any introduction of new RRB in India. പുതിയ RRBകൾ ഇനി എന്ത് ചെയ്യണ്ട, ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യേണ്ട എന്ന റെക്കമെൻഡേഷൻ ആണ് ഖേൽക്കർ കമ്മിറ്റി കൊടുത്തത്. ആൻഡ് യു ക്യാൻ സി പോസ്റ്റ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദിസ് ഖേൽക്കർ കമ്മിറ്റി ഇൻ 1987 ശേഷം ഇന്ത്യയിൽ പുതിയ RRB എന്ത് ചെയ്യുന്നില്ല, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. മറിച്ച് നിലവിലുള്ള RRBകളെ മെർജ് ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് 2013 നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും അതുപോലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും മെർജിന് വിധേയമായി KGB ഓർ കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സഹകരണ ബാങ്ക്. സോ വി വിൽ ഡിസ്കസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള when we discuss കേരള എക്കണോമി. ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. കേരള എക്കണോമി പഠിക്കുമ്പോഴും നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് അവരുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. റീസെന്റ് കുറച്ച് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് ബന്ധപ്പെട്ട ചില തട്ടിപ്പ് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ വി വിൽ ഡിസ്കസ് ദാറ്റ്. ആ സമയത്ത് ഡിസ്കസ് ചെയ്യും ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്ക് സ്പെസിഫിക് ആയിട്ട്. എന്നാൽ ഇപ്പൊ നമ്മൾ എന്താ പൊതുവിൽ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളെ, അതുപോലെ നമ്മുടെ കേരള ബാങ്കിന്റെ ഫോർമേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ഈസ് ഹൗ എ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഫോംഡ്. എങ്ങനെയാണ് ഒരു സഹകരണ ബാങ്ക് രൂപീകരിക്കുന്നത് നോക്കുവാണെങ്കിൽ, ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പേര് പോലെ തന്നെ സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് വിൽ കം ടുഗദർ ആൻഡ് പൂൾ ദെയർ ഫണ്ട്സ്
and they will set up a bank. So കുറെ ആളുകൾ ഇപ്പം A, B, C, D, E, F, G. So ഇവർ എന്ത് ചെയ്യുന്നു? They come together. So ഈ പറഞ്ഞ A, B, C, D, E, F, G എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ അവർ ഒരുമിച്ച് വരുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഫണ്ട് പൈസ എങ്ങോട്ട് പൂൾ ചെയ്യുന്നു? ഒരുമിച്ച് പൂൾ ചെയ്യുന്നു. ആൻഡ് ഈ ഒരു പൂൾ ഓഫ് ഫണ്ട്സ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു ബാങ്ക് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ആൻഡ് യു ക്യാൻ സി ദിസ് ബാങ്ക് ഈസ് ഫോംഡ് ബേസ്ഡ് ഓൺ ദ കോപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ഇൻഡിവിജ്വൽസ്. ഇവര് സഹകരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് വന്ന് അവരെന്ത് ചെയ്യുന്നു? ഫണ്ട് പൂൾ ചെയ്യുന്നു. അത് പ്രകാരമാണ് എന്ത് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ വി ക്യാൻ സി ദീസ് ഇൻഡിവിജ്വൽസ് who are depositing or pooling money in a cooperative bank. At the same time, ഈ പറഞ്ഞ വ്യക്തികൾ ഈ ബാങ്കിന്റെ കസ്റ്റമറുമാണ്, അതുപോലെ ഓണറുമാണ്. സോ ഇവരാണ് എന്ത് ഈ ബാങ്കിലേക്ക് പൈസ പൂൾ ചെയ്ത് ഈ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം ഇങ്ങനെ പൂൾ ചെയ്യുന്ന സമയത്ത് ദേ ആർ ഡിപ്പോസിറ്റേഴ്സ്. പൈസ പൂൾ ചെയ്യുമ്പോൾ എന്താണ് ഇവര്? നിക്ഷേപകരാണ്. സോ വെൻ ദീസ് ഇൻഡിവിജ്വൽസ് ആർ കമ്മിങ് ടുഗദർ ആൻഡ് പൂളിംഗ് ദെയർ ഫണ്ട്സ്, they are depositors in the bank. ഈ ബാങ്കിന്റെ ഡിപ്പോസിറ്റേഴ്സ് ആണ്. നമുക്ക് പറയാം എന്താ? they are customers. അവരെന്താണ്? ബാങ്കിന്റെ കസ്റ്റമേഴ്സ് ആണ്. അതേപോലെ ഇവരാണ് എന്ത് ഈ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ they are the owners. ഇവരാണ് എന്ത് ഇതിന്റെ ഓണേഴ്സും. സോ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രത്യേകത. സോ ആരാണോ പൈസ പൂൾ ചെയ്ത് ഈ ബാങ്ക്, ആരൊക്കെയാണോ പൈസ പൂൾ ചെയ്ത് ഈ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ദേ ആർ അറ്റ് ദ സെയിം ടൈം കസ്റ്റമേഴ്സുമാണ്, അതിന്റെ ഓണേഴ്സും ആയിരിക്കും. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക്. സോ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് അത് മാനേജ് ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ ഇതിന്റെ രജിസ്ട്രേഷൻ വിൽ ബി ഹാൻഡിൽഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ ഇൻ എവറി സ്റ്റേറ്റ് ദർ വിൽ ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവരാണെന്ത് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്കിന്റെ രജിസ്ട്രേഷൻ നടത്തുന്നത്. സോ സംസ്ഥാന ഗവൺമെന്റ് കയ്യിലാണ്, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലാണ് ഒരു കോപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. സോ രജിസ്റ്റേർഡ്, they will be registered under registrar of cooperative societies as per the act, state cooperative society act. സംസ്ഥാന സഹകരണ നിയമപ്രകാരമാണ് ഈ പറഞ്ഞ ബാങ്കുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. എന്നാൽ റിഗാർഡിംഗ് ദ ബാങ്കിങ് ആക്ടിവിറ്റി RBI എന്തുണ്ട്? റെഗുലേഷൻ ഉണ്ട്. സോ ഒരു ഡ്യുവൽ പാർട്ടി റെഗുലേഷൻ നമുക്ക് കാണാൻ കഴിയും. RBI റെഗുലേഷൻ ഉണ്ട്, അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് റെഗുലേഷൻ ഉണ്ട്. സോ ഡ്യുവൽ പാർട്ടി റെഗുലേഷൻ ആണ് എവിടെ വരുന്നത്? കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. RBI വിൽ ബി റെഗുലേറ്റിംഗ് അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നു. ഇത് കൂടാതെ നബാർഡിന്റെ റെഗുലേഷൻ വരും. ഈ പറഞ്ഞ RBIയും സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടാതെ നബാർഡിന്റെ ഒരു മോണിറ്ററിംഗും ഇൻസ്പെക്ഷനും എന്താ ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്കിൽ വരുന്നതായിരിക്കും. കാരണം എന്താ? നബാർഡ് യൂസ് ടു ഗീവ് ഓർ ഫിനാൻസ് ഫണ്ട്സ് ടു ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് റിഗാർഡിംഗ് ദ റെഗുലേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള സഹകരണ ബാങ്കുകളെ ദേ ആർ ഹാവിംഗ് ഡ്യുവൽ റെഗുലേഷൻ ആണ്. സംസ്ഥാന തലത്തില് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ RBI ഉണ്ട്. പിന്നെ നബാർഡിന്റെ ഇൻസ്പെക്ഷനും വരാം. ദെൻ അർബൻ ബാങ്ക് ആണെങ്കിൽ ഇഫ് ദർ ഈസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിങ്, അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിങ്. സോ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താ? അർബൻ ഏരിയ മാത്രമുള്ള ബാങ്ക്. ദെൻ ദർ ഈസ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിങ്, അതായത് ഒരു സംസ്ഥാനത്ത് മാത്രമല്ല ഒന്നിലധികം സംസ്ഥാനത്തില് വർക്ക് ചെയ്യുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഇഫ് there is an urban bank, urban cooperative bank, and if there is multi-state cooperative bank, ഇവയെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI മാത്രമാണ്. അവിടെ എന്തില്ല? സ്റ്റേറ്റ് ലെവലുള്ള റെഗുലേഷൻ വരില്ല. And now we can see the first cooperative bank in India. So as per various sources, so I have searched various sources and different sources പ്രകാരം
അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യ കോപ്പറേറ്റീവ് ബാങ്ക്. പക്ഷെ പറയട്ടെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. കാരണം KS എക്സാമിന് ഇഫ് യു ആർ അനലൈസിംഗ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻകാലം ഉണ്ടായിരുന്ന പോലെ ഫാക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ വളരെ കുറവായിരുന്നു. സോ നിങ്ങൾ പ്രിലിംസിന്റെ ആയാലും മെയിൻസിന്റെ ആയാലും ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പ്യുവർ ഫാക്ട്സ്, ഇതുപോലെയുള്ള പ്യുവർ ഫാക്ട്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താ വളരെ കുറവാണ്. KS വളരെ കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ പേപ്പർ 1, പേപ്പർ 2 രണ്ട് പേപ്പർ ഉണ്ട് പ്രിലിംസിന്. ആദ്യം നടന്ന എക്സാം ആയാലും പിന്നെ നടന്ന സപ്ലിമെന്ററി എക്സാം ആയാലും യു മേ സി പ്യുവർ ഫാക്ട്സ് വളരെ കുറവായിരുന്നു ചോദ്യം. സോ അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ വഡോദര, നമ്മുടെ ഗുജറാത്തിലെ അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് കരുതപ്പെടുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ഒരു ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ ഡിഫറെന്റ് ആക്ട്സ് ഇൻ ഇന്ത്യ റിഗാർഡിംഗ് ദ റെഗുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഇന്ത്യയിലുള്ള സഹകരണ സ്ഥാപനങ്ങളെ അവയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആക്ട് വരുന്നുണ്ട്. അതിലൊരു ആക്ട് ആണ് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട്. ആൻഡ് ദിസ് വാസ് regulating, or this was managing the formation of cooperative societies, credit cooperative societies in rural and urban areas. And this was based on the recommendation of two persons, Frederick Nicholson and Edward Law. So രണ്ട് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഉണ്ട്, ഫെഡറിക് നിക്കോൾസൺ ആൻഡ് എഡ്വേർഡ് ലോ. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ ദർ ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്, 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. ആൻഡ് യു ക്യാൻ സി ദിസ് വാസ് ഫോംഡ്, അല്ലെങ്കിൽ ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത് മെയിൻലി ടു ഗീവ് റെക്കഗ്നീഷൻ ഓർ മെയിൻലി ടു റെഗുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. നമ്മുടെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, സഹകരണ സ്ഥാപനങ്ങളുടെ റെഗുലേഷൻ ആണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 വരുന്നത്. അത് നോക്കുവാണെങ്കിൽ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ശേഷം കോപ്പറേറ്റീവ് എന്നുള്ളത് ഈ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറുന്നുണ്ട്. ആൻഡ് സംസ്ഥാനമാണെന്ത്, അത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അതിൽ നിയമം ഉണ്ടാക്കുന്നതും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് റീസെന്റ് നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു കോപ്പറേറ്റീവ് മിനിസ്ട്രി രൂപീകരിച്ചിരുന്നു, കോപ്പറേറ്റീവ് മിനിസ്ട്രി. ആൻഡ് ഇറ്റ് വാസ് ഹെഡഡ് ബൈ ദ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അമിത് ഷാ. അമിത് ഷാ ആണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്, ഈ ഒരു മിനിസ്ട്രിയുടെ ചുമതല വഹിക്കുന്നത്. ആൻഡ് കറന്റ്ലി കോടതി കടക്കുകയാണ് ഈ ഒരു മിനിസ്ട്രിയുടെ ഫോർമേഷനും അതിനുശേഷമുള്ള ചേഞ്ചസും. കാരണം കോപ്പറേറ്റീവ് സിസ്റ്റം എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. സോ ഗവൺമെന്റ് അത് കൺട്രി ലിസ്റ്റിലേക്ക് മാറ്റം നോക്കുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ മിനിസ്ട്രി രൂപീകരിച്ചതിനെതിരെ ഒരു കോടതി കേസുണ്ട്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യം കറന്റ്ലി കോടതി കടക്കുകയാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ആ ഒരു മിനിസ്ട്രിയുടെ ഫോർമേഷൻ. ആൻഡ് നൗ ഇൻ കേരള, സോ കേരളത്തിൽ പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് നമ്മുടെ കേരളത്തിൽ തിരുവിതാംകൂർ ഭാഗത്തും അതുപോലെ കൊച്ചി ഭാഗത്തും വി ഹാഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അതുപോലെ കൊച്ചി ഏരിയയിലും കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം ഈ തിരുക്കൊച്ചി കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത് മാറി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയി മാറുകയാണ്. സോ ആദ്യഘട്ടത്തിൽ വി ക്യാൻ സി ഇൻ ദ ട്രാവൻകൂർ ഏരിയ ആൻഡ് ഇൻ ദ നോർത്തേൺ ഏരിയ, നമ്മുടെ ഈ പറഞ്ഞ കേരളത്തില് ട്രാവൻകൂർ കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെ കൊച്ചി കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് മെർജ് ചെയ്തിട്ട് തിരുക്കൊച്ചി കോപ്പറേറ്റീവ് ബാങ്ക് ആകുകയും പിൽക്കാലത്ത് 56 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്ന രീതിയിൽ അത് റീനെയിം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വി ക്യാൻ സി ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് കാണാം. സോ എന്താണ് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? heard this term ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്ക് കേട്ടുണ്ടോ ആരെങ്കിലും? ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ബാങ്കുകൾ, അതാണെന്ത് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. സോ those banks whose name is listed
in the second schedule of RBI Act of 1934. So RBI Act of 1934ന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ബാങ്കുകൾ പറയുന്നതാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. ആൻഡ് യു ക്യാൻ സി ഇൻ ദ ഇയർ 1966 നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് it became a scheduled cooperative bank because നമ്മുടെ RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലെ RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ അപ്പെക്സ് സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്ത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് അറിഞ്ഞിരിക്കുകയാണ്. സോ ഈ ബാങ്ക് RBIയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ആൻഡ് അതുപോലെ 69 there is an act by Kerala Assembly. It is Kerala State Cooperative Society Act. നമ്മുടെ കേരളത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളെ സഹകരണ ബാങ്കുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടാനായിട്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ആക്ട് ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. സോ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിവിടെ സഹകരണ ബാങ്കുകൾ മാത്രമല്ല ധാരാളം സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും കൺസ്യൂമർ കോഓപ്പറേറ്റീവ് ആയാലും. So we can see there are numerous cooperative institutions. So അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരള എക്കണോമിക് സിലബസിനകത്ത് there is a special topic called cooperative movement in Kerala എന്നെടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കേരള എക്കണോമി മൊഡ്യൂളിനകത്ത്. ആൻഡ് ഈ പറഞ്ഞ കേരളത്തിന്റെ പോവർട്ടി ഇറാഡിക്കേഷനിൽ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുന്നതിൽ ധാരാളം പങ്കുവഹിച്ച ഒന്നാണ് ഈ പറഞ്ഞ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ സഹകരണ പ്രസ്ഥാനം ഒരിക്കലും ബാങ്കിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല. അതറിഞ്ഞിരിക്കുക, പലപ്പോഴും നമ്മൾ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ബാങ്കുകൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ബാങ്ക് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും പണ്ടൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, പരിയാരം മെഡിക്കൽ കോളേജ്. കണ്ണൂരുണ്ടായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് പണ്ട് എന്തായിരുന്നു? ഒരു സഹകരണ മെഡിക്കൽ കോളേജ് ആയിരുന്നു. പിന്നീടാണത് കേരള സർക്കാരിന്റെ ആയിട്ട് മാറ്റുന്നത്. സോ earlier we can see പരിയാരം മെഡിക്കൽ കോളേജ് വാസ് എ കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് ആണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പോലും ധാരാളം ഹോസ്പിറ്റൽസ് ഈ പറഞ്ഞ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ലൈക്ക് കെയ്പ്പിന്റെ കീഴിൽ കേട്ടിട്ടുണ്ടോ? കെയ്പ്പ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ഒരു ഗ്രൂപ്പാണ് കെയ്പ്പ് എന്ന് പറയും. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. കെയ്പ്പിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾക്ക് കാണാം. അതുപോലെ ബസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, KCT ബസ്. അതെന്താണ്? ഈ പറഞ്ഞ കോഓപ്പറേറ്റീവ് സ്ഥാപനമാണ്. അതുപോലെ കോമോസ് എന്നൊരു ബസ്. സോ യു മേ സി ദർ ആർ ഡിഫറെന്റ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. അത് ഈ പറഞ്ഞ ബാങ്കിൽ മാത്രമല്ല, ബാങ്ക്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ ത്രിവേണി കൺസ്യൂമർ കോഓപ്പറേറ്റീവ്, അതുപോലെ മിൽമ കോഓപ്പറേറ്റീവ് ആണ്. സോ ധാരാളം കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. സോ ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരളത്തിന്റെ വികസനത്തിൽ പങ്കാളിയായ സ്ഥാപനത്തിനാണ് എന്ന് കാണാൻ കഴിയും. സോ വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. നമ്മൾ കേരള എക്കണോമി പഠിക്കുമ്പോൾ അത് ആ രീതിയിൽ പഠിക്കാം. ഇപ്പൊ നമ്മൾ ബാങ്കിങ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞു വന്ന ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് ആണ് ദ ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക്. സോ 2019 നവംബറിലാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നത്. MS ശ്രീറാം എന്നൊരു വ്യക്തിയെ ഈ പറഞ്ഞ കേരള ബാങ്കിന്റെ ഫീസിബിലിറ്റി പഠിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ജില്ലാ സഹകരണ ബാങ്കുമായിട്ട് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ഹി വാസ് എൻ പ്രൊഫസർ അറ്റ് IIM ബാംഗ്ലൂർ. നമ്മുടെ IIM ബാംഗ്ലൂർ പ്രൊഫസർ ആയിരുന്നു. സോ ഇദ്ദേഹം എന്ത് ചെയ്തു? ജില്ലാ സഹകരണ ബാങ്കുകളൊക്കെ ചർച്ച നടത്തി, അതുപോലെ സംസ്ഥാന സഹകരണ ബാങ്കുകൾ ചർച്ച നടത്തി. അങ്ങനെ ഒടുവിൽ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ, നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലാ സഹകരണ ബാങ്കുകളിൽ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ ഈ പറഞ്ഞ കേരള ബാങ്കിന്റെ മേർജറിന് അനുകൂലമായിട്ട് തീരുമാനമെടുത്തു. സോ ഈ പറഞ്ഞ 13 ജില്ലാ സഹകരണ ബാങ്കുകളിലും നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേർ ഫ്രം ദ റൂളിംഗ് പാർട്ടി. നമ്മുടെ 14 ജില്ലാ സഹകരണ ബാങ്കുകളിൽ 13 എണ്ണത്തിലും റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ LDF കക്ഷികള് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള, ബോർഡ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ബാങ്കുകളായിരുന്നു. സർക്കാർ നയം പറഞ്ഞു, അതെന്ത് ചെയ്തു?
ഈ പറഞ്ഞ 13 ജില്ലാ സഹകരണ ബാങ്കും അംഗീകരിച്ചു. എന്നാൽ ദ 14th one, which was മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. ഇവിടെ മാത്രമായിരുന്നു നമ്മുടെ UDF മെജോറിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞ കേരള ബാങ്ക് രൂപീകരണത്തിന് എതിരെ വോട്ട് ചെയ്തു. അത് മേർജ് ചെയ്യാനായിട്ട് അവര് ഇത് കാണിച്ചു. അവര് തയ്യാറല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് ചർച്ച നടത്തി, അത് പരാജയപ്പെട്ടു, ഒന്നും കാര്യമായില്ല. പിന്നെ ഗവൺമെന്റ് RBI അപ്രോച്ച് ചെയ്തു. അങ്ങനെ RBI കുറെ കണ്ടീഷൻസ് പറഞ്ഞു. ചുമ്മാ ഒന്നുമല്ല, RBI പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തണം. സോ when you are merging the state cooperative bank with the district cooperative bank, you have to follow the various guidelines proposed by us. RBI പറയുന്ന പല ഗൈഡ് ലൈൻസ്, ചട്ടങ്ങൾ എന്ത് ചെയ്യണം, സംസ്ഥാനം ഈ മേർജറിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ RBI പറയുന്ന എല്ലാ കണ്ടീഷൻസും, ഏകദേശം 19 കണ്ടീഷൻസ് ആണ് അവർ പറഞ്ഞത്, അതെല്ലാം എന്ത് ചെയ്തു? ഗവൺമെന്റ് പാലിച്ചു. അങ്ങനെ കേരള ബാങ്ക് 29 നവംബർ 2019 എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ സമയത്ത് മലപ്പുറം എന്താ പിന്നിട്ട് നിൽക്കുകയായിരുന്നു. അന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നു എന്ത്, ബൈ ആൻ ഓർഡിനൻസ് മലപ്പുറത്തെ കേരള ബാങ്കിലേക്ക് മേർജ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നു. അങ്ങനെ കോടതി കേസ് കിടക്കുമായിരുന്നു. ആ കേസ് തള്ളിപ്പോയി ഈ ഇടയ്ക്ക്. ആൻഡ് ജനുവരിയില്, ഈ വർഷം ജനുവരിയില് 2023 we can see Malappuram Bank or Malappuram District Cooperative Bank was merged with Kerala Bank. അതിപ്പോ പറയുകയാണെങ്കിൽ 14 ജില്ലാ സഹകരണ ബാങ്കും അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ ബാങ്ക് മേർജ് ചെയ്തിട്ടാണ് എന്ത് കേരള ബാങ്ക് രൂപീകരിച്ചിരിക്കുന്നത്. സോ അറിഞ്ഞിരിക്കുക, ദ merger of Malappuram District Cooperative Bank with Kerala Bank was done in this year. ഈ വർഷമാണ് മലപ്പുറത്തിനെ ഈ പറഞ്ഞ കേരള ബാങ്കിലേക്ക് മേർജ് ചെയ്തത്. സോ അങ്ങനെ ഇപ്പോൾ 14 ജില്ലാ സഹകരണ ബാങ്കും കേരള ബാങ്കിന് കീഴിൽ കേരള ബാങ്കിലേക്ക് മേർജ് ചെയ്തിട്ടാണ്. ആൻഡ് കറന്റ്ലി ആഫ്റ്റർ SBI, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ കേരള ബാങ്ക് ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫുട് പ്രിന്റ് ഇൻ ഇന്ത്യ. സോറി, സ്റ്റേറ്റ്, ഇന്ത്യ അല്ല, സോറി, നമ്മുടെ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുട് പ്രിന്റ് ഉള്ള ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള ബാങ്ക് ആണ്. ആൻഡ് വൺ മോർ തിങ്, അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കേരള ബാങ്ക് രൂപീകരിക്കുമ്പോൾ വി ആർ എക്സ്പെക്ടിങ് ലോട്ട് ഓഫ് ചേഞ്ചസ്, എസ്പെഷ്യലി ഇൻ ദ ഡിജിറ്റൽ ബാങ്കിങ്. ഓൺലൈൻ ബാങ്കിൽ ധാരാളം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. ആൻഡ് കറന്റ്ലി യു ക്യാൻ സി നമ്മുടെ കേരള ബാങ്ക്, ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക്, ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റീസ്, അതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ എന്താ പ്രോസസ്സിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മാറ്റങ്ങൾ, ധാരാളം ചേഞ്ചസ് ഓൺലൈൻ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കേരള ബാങ്കിന് ATMs എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ധാരാളം. അതുപോലെ മോഡേണൈസ്ഡ് ബാങ്കിങ്ങിലേക്ക് കേരള ബാങ്ക് ഇപ്പോൾ മാറുന്നതായിട്ടും കാണാൻ കഴിയും. അതുപോലെ ഡിഫറെന്റ് ലോൺ സ്കീംസ്, യു മേ സി നമ്മുടെ SBT ഉള്ളപ്പോൾ പോലുള്ള ധാരാളം കേരള ലോൺ സ്കീംസ് ഒക്കെ എന്താ ഇപ്പൊ കേരള ബാങ്ക് ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ദ കറന്റ് CEO ഓഫ് കേരള ബാങ്ക് ഈസ് PS രാജൻ. അതുപോലെ പ്രസിഡന്റ് നിങ്ങൾ കേട്ട് കാണും, ഈ ഇടയ്ക്ക് ധാരാളം വാർത്ത ഉണ്ടായിരുന്നതാണ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. ദീസ് ബോത്ത് ടു നെയിംസ് ആർ ദേ ആർ ഇൻ ദ ന്യൂസ്. ഈ രണ്ടുപേരും നിങ്ങൾ വാർത്തയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയായിരിക്കും. MK കണ്ണൻ കേട്ട് കാണും നിങ്ങൾ. ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക്. ദെൻ ഗോപി കോട്ടമുറിക്കൽ, he is the current president of Kerala Bank. So next we can see the formation of Payments Bank. 2013 നമ്മുടെ RBI സെറ്റ് ചെയ്ത കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയുടെ പേര് കമ്മിറ്റി ഓൺ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് ഫോർ സ്മോൾ ബിസിനസ്സസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്. This was the name of the committee, which was set up by RBI in 2013. And ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ it was Dr. Najgat Moore. And ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് ആണ് പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. So the main aim of the payments bank is to cater the needs of low income groups and small business firms. So നമ്മുടെ ഇന്ത്യയിലുള്ള ലോ ഇൻകം ഗ്രൂപ്പ്സ്, അതുപോലെ സ്മോൾ ബിസിനസ് ഫേംസ്,
ഇവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് പേയ്മെന്റ് ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യം. ലെൻഡിങ് ഫംഗ്ഷന്, ലോൺ ഗിവിംഗ് ഫംഗ്ഷൻ ആർക്കില്ല? പേയ്മെന്റ് ബാങ്കുകൾക്ക് ഇല്ല. ലെൻഡിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് ദെയർ ഫോർ പേയ്മെന്റ് ബാങ്ക്. അതേപോലെ you can see in the case of payment bank, they don't have the ability to issue credit card. അവർക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാം. ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാം, പക്ഷേ ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? പേയ്മെന്റ് ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ആൻഡ് യു ക്യാൻ സി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ഇഷ്യൂയിങ് യൂഷ്വലി 2 types of license. നമ്മുടെ RBI പ്രധാനമായിട്ടും 2 തരത്തിലാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബാങ്കിന്. ഒന്ന് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ്, യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ്. മറ്റൊന്ന് ഡിഫറൻഷിയേറ്റഡ് ബാങ്കിങ് ലൈസൻസ്. സോ യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് വെച്ചാൽ ഒരു ബാങ്ക് ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ബാങ്ക് സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചോ. ഇപ്പൊ ഇഫ് ഐ ആം ഗെറ്റിംഗ് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ്, ഒരു ബാങ്ക് ചെയ്യുന്ന, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ബാങ്കിന്റെ എല്ലാ ഫംഗ്ഷനും എന്ത് ചെയ്യാം? ഒരു ബാങ്കിന് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് ഇഫ് ഐ ആം ഗെറ്റിംഗ് എ ഡിഫറൻഷ്യൽ ബാങ്ക് ലൈസൻസ്, ചില നിയന്ത്രണങ്ങൾ, ചില റെസ്ട്രിക്ഷൻസ് എന്റെ ബാങ്കിൽ ഉണ്ടാവും. സോ ദ RBI will be granting some restrictions on the banking function. And you can see നമ്മുടെ പേയ്മെന്റ് ബാങ്കുകൾക്ക് ലഭിക്കുന്ന എന്താണ്? They are receiving not this universal license, but they are receiving differentiated banking license. And ഈ പറഞ്ഞ ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്നത് വഴി the RBI is aiming to enhance financial inclusion ആണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുക, അതായത് ബാങ്കിന്റെ സേവനങ്ങൾ കുറഞ്ഞ ചെലവിൽ മെജോറിറ്റി ആളുകളിലേക്ക് എത്തുകയാണ് പേയ്മെന്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്മെന്റ് വഴി എയിം ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ പേയ്മെന്റ് ബാങ്കുകൾക്ക്, as I said earlier, they cannot advance loan or issue credit card. They can only accept, അതോടെ അറിഞ്ഞിരിക്കുക, പേയ്മെന്റ് ബാങ്ക് can only accept demand deposit. സോ പേയ്മെന്റ് ബാങ്കുകൾക്ക് ഡിമാൻഡ് ഡിപ്പോസിറ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് സേവിങ്സ് ഡിപ്പോസിറ്റും കറണ്ട് ഡിപ്പോസിറ്റും. അതല്ലാതെ നമ്മുടെ FD RD ഒന്നും സ്വീകരിക്കാൻ ആർക്ക് കഴിയില്ല? പേയ്മെന്റ് ബാങ്കുകൾക്ക് കഴിയില്ല. പക്ഷേ they can associate with a commercial bank to provide this service. ഒരു പേയ്മെന്റ് ബാങ്കിന് മറ്റൊരു കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട്, ഒരു പൊതുമേഖലാ ബാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ സ്വകാര്യ ബാങ്ക് ആയിരിക്കും. സോ ഈവൻ ദോ പേയ്മെന്റ് ബാങ്ക് ഈസ് നോട്ട് എലിജിബിൾ ടു അക്സെപ്റ്റ് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, FD ഇല്ലേ, FD ഓർ ടേം ഡിപ്പോസിറ്റ്, ടേം ഡിപ്പോസിറ്റ് ആർക്ക് വാങ്ങാൻ കഴിയില്ല? പേയ്മെന്റ് ബാങ്കുകൾക്ക് വാങ്ങാൻ കഴിയില്ല. ദാറ്റ് ഈസ് കറക്റ്റ്, ശരിയാണ്. പക്ഷെ എന്താ, പല പേയ്മെന്റ് ബാങ്കുകളും ഒരു സ്വകാര്യ ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ ടേം ഡിപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്. പക്ഷെ നോക്കുമ്പോൾ എന്താണ്, ദേ ആർ നോട്ട് ഡയറക്ട്ലി അക്സെപ്റ്റഡ് ഡിപ്പോസിറ്റ്. പേയ്മെന്റ് ബാങ്ക് എന്ത് ചെയ്യുന്നില്ല? നേരിട്ട് ടേം ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ പേടിഎം പറയുകയാണെങ്കിൽ, ഇപ്പൊ പേടിഎമ്മിനകത്ത് there is a provision for accepting term deposit. ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇടാൻ പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ എന്താ, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പ്രൊവൈഡ് ചെയ്തത് പേടിഎം അല്ല. അപ്പോൾ പറയുന്നുണ്ട് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പവേർഡ് ബൈ ഒരു ബാങ്ക്. എനിക്കൊന്ന് IDBI ബാങ്കോ IDFC ബാങ്കോ കൊണ്ടാണ്. IDFC ബാങ്ക് ആണ്. IDFC ബാങ്ക് മറ്റുമാണ് പേടിഎമ്മില് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നോർമൽ കേസിൽ പേയ്മെന്റ് ബാങ്കുകൾക്ക് are not able to accept term deposit. That is correct. Then അതുപോലെ തന്നെ ഇവരുടെ കാറ്ററിംഗ് പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ മെയിൻലി ഇറ്റ് എയിംസ് അറ്റ് മൈഗ്രന്റ് ലേബർ ഫോഴ്സ്, ലോ ഇൻകം ഹൗസ് ഹോൾഡ്, സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. ഇവരാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുക. ആൻഡ് ഹൂ ഓൾ ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ പേയ്മെന്റ് ബാങ്ക് ലൈസൻസ്. പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനാണ് എടുത്ത് പറയുന്നത്. So you can see the existing non-bank
പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂവേഴ്സ്. അതായത് 2013 ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂവേഴ്സ് ലൈക്ക് എയർടെൽ മണി, അതുപോലെ പേടിഎം വാലറ്റ് പോലുള്ള പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂവേഴ്സിന് എന്ത് ചെയ്യാം? ദേ ക്യാൻ അപ്ലൈ ഫോർ ദിസ് പേയ്മെന്റ് ബാങ്ക് ലൈസൻസ്. അതുപോലെ ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൊഫഷണൽസ് ഹാവിംഗ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ ഫീൽഡ്, ധനകാര്യ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്കും പ്രൊഫഷണൽസിനും, ലൈക്ക് CA ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലുള്ള പ്രൊഫഷണൽസ്. അതുപോലെ NBFCs എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തൂറ്റ് പോലുള്ള നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനീസ്, മുത്തൂറ്റ് അപ്ലൈ ചെയ്തതാണ് പക്ഷെ കിട്ടിയില്ല. നമ്മുടെ മുത്തൂറ്റില്ലേ, മുത്തൂറ്റ് പേയ്മെന്റ് ബാങ്ക് ലൈസൻസിന് അപ്ലൈ ചെയ്തതാണ് പക്ഷെ മുത്തൂറ്റ് ഡിഡ്ന്റ് ഗെറ്റ് ദ ലൈസൻസ്. അതുപോലെ ബിസിനസ് കറസ്പോണ്ടൻസ്, അതായത് ബാങ്കിന്റെ സേവനങ്ങൾ കസ്റ്റമറിലേക്ക് എത്താൻ സഹായിക്കുന്ന ബിസിനസ് കറസ്പോണ്ടൻസ്, അവർക്ക് പറ്റും. അതുപോലെ മൊബൈൽ ടെലിഫോൺ കമ്പനീസ് ലൈക്ക് ഇപ്പൊ നമുക്കുണ്ട് ജിയോ പേയ്മെന്റ് ബാങ്ക് ഉണ്ട്, ഇപ്പോ ജിയോ പേയ്മെന്റ് ബാങ്ക്, അതുപോലെ എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്, ജിയോ പേയ്മെന്റ്സ് ബാങ്ക്. സോ മൊബൈൽ ടെലിഫോൺ കമ്പനീസിന് പറ്റും. അതുപോലെ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോർ കിട്ടില്ലേ, മോർ അല്ലെങ്കിൽ റിലയൻസ് ഫ്രഷോ, റിലയൻസ് സ്മാർട്ടോ ഉണ്ടല്ലോ. ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് ലൈക്ക് റിലയൻസ് സ്മാർട്ടോ, അങ്ങനെയാണ് സ്മാർട്ട് പോയിന്റ് പറ്റും, റിലയൻസ് സ്മാർട്ട്, ദെൻ മോർ, ഇവർക്കൊക്കെ എന്താ, ദേ ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ലൈസൻസ്. അവർക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ചെയ്യാം. അതുപോലെ തന്നെ പൊതുമേഖല എൻറ്റിറ്റി ലൈക്ക് പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക്. സോ യു ക്യാൻ സി ആർക്കൊക്കെയാണ് ഈ പറഞ്ഞ പേയ്മെന്റ് ബാങ്കിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് പറഞ്ഞത്. ഇൻഡിവിജ്വൽസ്, പ്രൊഫഷണൽസ്, NBFCs, ബിസിനസ് കറസ്പോണ്ടൻസ്, സൂപ്പർ മാർക്കറ്റ് ചെയിൻസ്, ദെൻ പബ്ലിസിറ്റി എൻറ്റിറ്റീസ്, ഇവർക്കെല്ലാം എന്താ അപ്ലൈ ചെയ്യാം. ഒരു കണ്ടീഷൻ ഉണ്ട്, ദേ നീഡ് ഹാവ് എ മിനിമം ക്യാപിറ്റൽ ഓഫ് 100 കോടി. ഈ പറഞ്ഞ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ മിനിമം മൂലധനം 100 കോടി മൂലധനം ഈ പറഞ്ഞ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. സോ മിനിമം 100 കോടിയുടെ ഇക്വിറ്റി ഓർ അസറ്റ്, ആസ്തി അല്ല ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കമ്പനികൾക്ക് പേയ്മെന്റ് ബാങ്കിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുള്ളൂ. സോ അത് അറിഞ്ഞിരിക്കുക. വിച്ച് ഈസ് ദ മിനിമം ക്യാപിറ്റൽ റിക്വയർഡ് ടു സ്റ്റാർട്ട് എ പേയ്മെന്റ് ബാങ്ക്. ആൻഡ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഇവർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ദേ ആർ ഗവേൺഡ് ബൈ വേരിയസ് ആക്ട്സ്, RBI ആക്ട്, ബാങ്ക് റെഗുലേഷൻ ആക്ട്, പേയ്മെന്റ് സെറ്റിൽമെന്റ് ആക്ട്, അങ്ങനെ ഡിഫറെന്റ് ആക്ട് വഴിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ പേയ്മെന്റ് ബാങ്ക് need to maintain 75% of deposit in government securities. So അറിഞ്ഞിരിക്കുക, പേയ്മെന്റ് ബാങ്കുകൾക്ക് ഞാൻ പറഞ്ഞു ലെൻഡ് ചെയ്യാൻ കഴിയില്ല, ലോൺ കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ ലോൺ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ എക്കണോമിക് വയബിലിറ്റി നടക്കണമെന്നില്ലല്ലോ. ലാഭം വേണ്ടേ, അവർക്ക് ഇൻകം വേണ്ടേ, അവർക്കൊരു എക്കണോമിക് വയബിൾ ആവണം. സോ എക്കണോമിക് വയബിലിറ്റിക്ക് വേണ്ടിയിട്ട് RBI പ്രപ്പോസ് എടുക്കുന്നത് എന്താണ്? ഒരു പേയ്മെന്റ് ബാങ്ക് അവർക്ക് കിട്ടുന്ന ഡിമാൻഡ് ഡിപ്പോസിറ്റ് 70%, 70% ഓഫ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് received by payment bank must be kept in government securities high maturity of less than 1 year, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 1 ഇയറിൽ താഴെയുള്ള, 1 വർഷത്തിൽ താഴെ മെച്ചുർ ആവുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പേയ്മെന്റ് ബാങ്കിന് കിട്ടുന്ന ഡിപ്പോസിറ്റിന്റെ 70% അവര് നിക്ഷേപിക്കണം. സോ അതുവഴി എന്ത് കിട്ടും? അവർക്കൊരു ഇൻകം കിട്ടുന്നതായിരിക്കും. ആൻഡ് സാധാരണ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് റിസർവ് റേഷ്യോ വിൽ ഡിസ്കസ്. എന്താണ് ഈ പറഞ്ഞ CRR, SLR എന്നൊക്കെ നമ്മൾ പഠിക്കും. റിസർവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ. സോ RBI സ്റ്റാർട്ട് ചെയ്യുമ്പോൾ RBIയുടെ ഫങ്ഷൻസ് പറയുമ്പോൾ CRR-ഉം SLR-ഉം എന്താണെന്ന് നമ്മൾ പറയുന്നതായിരിക്കും. സോ ആ സമയത്ത് നമുക്ക് എന്താണ് പറയാം, എന്താണ് CRR ഓർ ക്യാഷ് റിസർവ് റേഷ്യോ? അതിന് പറയുന്നതാണ് കരുതൽ ധനാനുപാതം എന്നാണ് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, So we will discuss this CRR and SLR in the coming classes.
സോ അറിഞ്ഞിരിക്കുക, ഇവർക്ക് ഇൻകം കിട്ടുന്നത് എങ്ങനെയാണ്? ഡിമാൻഡ് ഡിപ്പോസിറ്റ് വഴി കിട്ടുന്ന പൈസ 75% ഗവൺമെന്റ് സെക്യൂരിറ്റി നിക്ഷേപിക്കുന്നു. സർക്കാർ കടപ്പത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഒരു പലിശ അവർക്ക് കിട്ടും, ഒരു ഏണിംഗ് അവർക്ക് കിട്ടും. അതുകൂടാതെ തന്നെ ദേ ക്യാൻ ലെവി ചാർജസ് ഓൺ വേരിയസ് പേയ്മെന്റ്സ്. ഇപ്പോ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിന്, ATM മെഷീൻ വിഡ്രോ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ബിൽ പേയ്മെന്റുകൾക്ക്, അതിനൊക്കെ എന്ത് ചെയ്യാം? ഒരു ചാർജ് ഇവർക്ക് ഈടാക്കാം. അതുപോലെ മറ്റു ബാങ്കുകൾ ചെയ്യുന്ന ബാങ്കേതര പ്രവർത്തനങ്ങൾ ലൈക്ക് ഇൻഷുറൻസ് ഫെസിലിറ്റി, മ്യൂച്വൽ ഫണ്ട് ഒക്കെ എന്ത് ചെയ്യാം? ഇവർക്കും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ സി. അതുപോലെ തന്നെ റിഗാർഡിംഗ് ദ ഡിമാൻഡ് ഡിപ്പോസിറ്റ്, ദർ ഈസ് വൺ മോർ ക്രൈറ്റീരിയ. ഏർലിയർ ഒരു പേയ്മെന്റ് ബാങ്കിന് ഒരു വ്യക്തിയിൽ നിന്ന് പരമാവധി 1 ലക്ഷം രൂപ മാത്രമായിരുന്നു ഡിമാൻഡ് ഡിപ്പോസിറ്റായി വാങ്ങാൻ കഴിയുന്നത്. ആൻഡ് 2021 നമ്മുടെ RBI ഇതിന്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തു. ആൻഡ് കറന്റ് പറയുകയാണെങ്കിൽ യു ക്യാൻ കീപ് എ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഓഫ് അപ് ടു 2 lakh. 2 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാം? ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആയിട്ട് പേയ്മെന്റ് ബാങ്കിൽ നിങ്ങൾക്ക് കീപ് ചെയ്യാൻ പറ്റും കറന്റ്ലി. അതറിഞ്ഞിരിക്കുക. അതുപോലെ ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആൻഡ് ആൾസോ ദേ ക്യാൻ പ്രൊവൈഡ് വേരിയസ് റെമിറ്റൻസ് ആക്ടിവിറ്റി. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫറിങ് ഓഫ് മണി അല്ലേ? പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും, ബിൽ പേയ്മെന്റ്സ് കഴിയും, അതുപോലെ ഇൻഷുറൻസ് പ്രൊഡക്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇതൊക്കെ എന്ത് ചെയ്യാം? ഇവർക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയും. ലിമിറ്റേഷൻ പറയുമ്പോൾ ഡിമാൻഡ് ഡിപ്പോസിറ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ, ടേം ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ക്രെഡിറ്റ് കാർഡ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, സോ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. അതുപോലെ ലോണ് കൊടുക്കാൻ കഴിയില്ല. അതുപോലെ NRA ഡിപ്പോസിറ്റ് ഈ പറഞ്ഞ പേയ്മെന്റ് ബാങ്കുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നൗ വി ക്യാൻ സി ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. 2018 സെപ്റ്റംബർ 1 ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത്, ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദ മെയിൻ എയിം ഓഫ് ദിസ് ബാങ്ക് ഈസ് ടു കൺവേർട്ട്, അല്ലെങ്കിൽ ഈസ് ടു increase the services offered by a post office. So നമ്മുടെ നരേന്ദ്രമോദി 2018 ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് രൂപീകരിച്ച വേളയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഇനി മുതൽ ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഒരു ബാങ്കായി മാറും. അതുപോലെ പോസ്റ്റ്മെൻസ് ബാങ്കിങ് കറസ്പോണ്ടന്റായി മാറും. സോ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകൾ ബാങ്കുകളായിട്ടും പോസ്റ്റ്മാൻ ഒരു ബാങ്കിങ് കറസ്പോണ്ടന്റായി മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു മികച്ച സ്റ്റെപ്പ് ആയിരുന്നു. സോ ആധാർ കാർഡ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാൻ കഴിയും. മിനിമം ഡിപ്പോസിറ്റ് ഒന്നും അവരും ഡിമാൻഡ് ചെയ്യുന്നില്ല. സോ ഇഫ് യു ആർ ഹാവിംഗ് ആൻ ആധാർ കാർഡ് യു ക്യാൻ ഓപ്പൺ എ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട്. ആൻഡ് ഇപ്പൊ ഓൺലൈൻ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തുടക്കകാലത്ത് അതിന്റെ ആപ്പുകളൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അതിന്റെ ആപ്പ് ഭയങ്കര ഇനാക്റ്റീവ് ആയിരുന്നു. അതുപോലെ ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റി ഒക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് കറന്റ്ലി അത് കുറച്ച് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കറന്റ്ലി ഓൺഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ്. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് അതിന് കീഴിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അതാണ് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ IPPB ഹോൾഡ് ചെയ്യുന്നത്. സോ പറഞ്ഞിരുന്നല്ലോ, പേയ്മെന്റ് ബാങ്ക് രൂപീകരിക്കാനുള്ള എലിജിബിൾ പ്രൊമോട്ടേഴ്സ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു കണ്ടീഷൻ, ഒരു കാറ്റഗറി എന്തായിരുന്നു? പബ്ലിക് എന്റിറ്റീസ് പറയുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പേയ്മെന്റ് ബാങ്ക് രൂപീകരിക്കാൻ ഉള്ള അധികാരമുണ്ട്. സോ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഈ പറഞ്ഞ പേയ്മെന്റ് ബാങ്ക് രൂപീകരിച്ചിരുന്നു. അതാണ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. സോ now we can discuss സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, പറയട്ടെ. നമ്മൾ ഇത് ടോപ്പിക് കുറച്ച് ഡ്രൈ ആണ്, കാരണം കൺസെപ്റ്റ് പറയാനൊന്നുമില്ല, ഒരു കാര്യം വിശദീകരിക്കാനായിട്ടൊന്നുമില്ല. കാരണം എന്താ, കുറച്ച് ഫാക്ട് പറയാനാണ്. ഒന്ന് ക്ഷമിക്കുക, കാരണം നമുക്ക് കൺസെപ്റ്റ് വരുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്. RBI വരുമ്പോഴാണ് ഈ പറഞ്ഞ കുറച്ച് ടേംസ് ഒക്കെ കുറച്ച് വരുന്നത്. ഇപ്പൊ റിപ്പോ, റിവേഴ്സ് റിപ്പോ, CRR, SLR കുറച്ച് ടേംസ് വരുന്ന അപ്പോഴാണ്. സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഈ ടൈപ്പ് ഓഫ് ബാങ്കുകളുടെ പേരൊക്കെ ചോദ്യം വരാവുന്നതാണ്. സോ 2013 RBI അപ്പോയിന്റ് ചെയ്ത നജ്ഗത് മോർ കമ്മിറ്റി തന്നെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കും റെക്കമെൻഡ് ചെയ്തത്. സോ പേയ്മെന്റ് ബാങ്ക് രൂപീകരിച്ച പോലെ തന്നെ. സോ യു ക്യാൻ സി സിമിലർ ടു the formation of payment bank, small finance bank was also formed as per the recommendation of Dr. Najgat Moore committee. And this small finance bank
can be called as a niche bank. നമ്മൾ നേരത്തെ കണ്ട പേയ്മെന്റ് ബാങ്കിനെയും we can call it as niche bank. അതിന് കാരണം എന്ന് വെച്ചാൽ നിഷ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നിഷ് ബാങ്ക് എന്ന് പറഞ്ഞാൽ those banks which focus or which cater the needs of certain segment of population. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ പ്രത്യേക സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് സെർവ് ചെയ്യാനായിട്ട് സെറ്റപ്പ് ചെയ്ത ബാങ്കുകൾ, അതാണ് എന്ത് നിഷ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. സോ പേയ്മെന്റ് ബാങ്ക് ആയാലും സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയാലും വി ക്യാൻ കോൾ ദം ആസ് നിഷ് ബാങ്ക്സ്. ആൻഡ് യു ക്യാൻ സീ ദ സെക്ഷൻ ഓഫ് സൊസൈറ്റി നോക്കുമ്പോൾ ഇറ്റ് മെയിൻലി എയിംസ് ടു പ്രൊവൈഡ് deposit, so to accept deposit and lending function to small business units, small and marginal farmers, micro and small industries, unorganized entities. So small business units, small farmers, MSMEs, unorganized sector, ഇവരെയാണ് പ്രധാനമായിട്ടും സ്മോൾ ഫിനാൻസ് ബാങ്ക് എയിം ചെയ്യുന്നത്. കമ്പയർ ടു പേയ്മെന്റ് ബാങ്ക്, പേയ്മെന്റ് ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട്. ദേ ഹാവ് ദ എബിലിറ്റി ടു ലെൻഡ് എന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ പേയ്മെന്റ് ബാങ്കുകൾക്ക് എന്തില്ല? പേയ്മെന്റ് ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ അധികാരമില്ല. ദേ ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു ലെൻഡ്. എന്നാൽ ഇവിടെ എന്താണ്? ലെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്. ആൻഡ് ദ ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ 200 കോടിയാണ് മിനിമം ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ സിറ്റിംഗ് എ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഏർലിയർ ഇതിന് ക്യാപിറ്റൽ 100 കോടിയായിരുന്നു. പണ്ട് തുടക്ക സമയത്ത് 100 കോടിയായിരുന്നു ക്യാപിറ്റൽ റിക്വയർമെന്റ്. എന്നാൽ പിന്നെ RBI അത് ഇൻക്രീസ് ചെയ്തു. കറന്റ് 200 കോടിയാണ് ദ മിനിമം ക്യാപിറ്റൽ ഫോർ സെറ്റിംഗ് എ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ആൻഡ് ദ കണ്ടീഷൻസ് പറയുമ്പോൾ, പ്രൊമോട്ടേഴ്സ് പറയുമ്പോൾ, ഇൻഡിവിജ്വൽസ് or professionals having 10 years experience in finance, then NBFCs, മൈക്രോ ഫിനാൻസ് കമ്പനീസ്, അതുപോലെ ലോക്കൽ ഏരിയ ബാങ്ക്സ്. ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ these are the banks which only have one branch in the entire country. അതായത് ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രൂപീകരിക്കുന്നു. അവിടെ മാത്രമായിരിക്കും എന്ത് ആ ബാങ്കിന്റെ ബ്രാഞ്ച്. അതിന് വേറെ ബ്രാഞ്ച് ഒന്നും കാണത്തില്ല. സോ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ഒരു ബാങ്ക് ഉണ്ട്, ആന്ധ്രാപ്രദേശ് കോസ്റ്റൽ ഏരിയ ബാങ്ക് എന്ന പേര്. അങ്ങനെയാണ് എന്റെ ഓർമ്മ, ഞാൻ ചെക്ക് ചെയ്ത് പറയാം കേട്ടോ. ആന്ധ്രാപ്രദേശ് കോസ്റ്റൽ ഏരിയ ബാങ്ക് ആണ്, കോസ്റ്റൽ ഏരിയ ബാങ്ക്. ഇതെന്താണ്? ഒരു ലോക്കൽ ഏരിയ ബാങ്കാണ്. ഞമ്മക്ക് മറ്റ് ബ്രാഞ്ചുകളില്ല. മറ്റ് സിനിമ ഉണ്ടല്ലോ ഇൻ ഗോസ്റ്റോസിനകത്ത്, നമ്മൾ ഹരിശ്രീ അശോകന്റെ ചായപ്പിടിക പോകുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്, ഓർമ്മ ഉണ്ടാവും. ആ സിനിമ ഓർമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആ ഇൻ ഗോസ്റ്റോസിന്റെ അകത്ത് ഹരിശ്രീ അശോകന്റെ ചായപ്പിടിയില് നമ്മുടെ 4 ആൾക്കാരോട് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്, ഞമ്മക്ക് മറ്റ് ബ്രാഞ്ചുകളില്ല എന്ന് പറഞ്ഞ പോലെ. ഈ ബാങ്കുകൾക്ക് എന്താ പ്രത്യേകത? ദേ വിൽ നോട്ട് ഹാവ് അനദർ ബ്രാഞ്ച്. ബ്രാഞ്ച് കാണില്ല, ഒറ്റ ഇടത്തെ കാണും. അതാണ് ഈ ലോക്കൽ ഏരിയ ബാങ്ക്. എക്സാമ്പിൾ ആണ് ആന്ധ്ര കോസ്റ്റ് ഏരിയ ബാങ്ക് എന്ന് പറഞ്ഞത്. ആൻഡ് വെൻ ദേ ആർ കൺവേർട്ടഡ്, ഈ പറഞ്ഞ ലോക്കൽ ഏരിയ ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യേണ്ടി വരും? മറ്റു ഏരിയയിലൊക്കെ ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. നമ്മുടെ ജലന്ധറിൽ, പഞ്ചാബ് ജലന്ധറിലുള്ള ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ആൻഡ് പേയ്മെന്റ് ബാങ്ക് പറയുമ്പോൾ, റിഗാർഡിംഗ് ദ പേയ്മെന്റ്സ് ബാങ്ക് പറയുമ്പോൾ, ദ ഫസ്റ്റ് വൺ ഈസ് എയർടെൽ ആണ്. എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യ പേയ്മെന്റ് ബാങ്ക്, എയർടെൽ പേയ്മെന്റ് ബാങ്ക്. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദീസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആർ അലൗഡ് ടു ടേക്ക് ഡിപ്പോസിറ്റ്സ് ഓഫ് എനി എമൗണ്ട്. നമ്മുടെ പേയ്മെന്റ് ബാങ്ക് പറഞ്ഞ പോലെ ലിമിറ്റേഷൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇല്ല. എത്ര വേണേലും ഡിപ്പോസിറ്റ് എന്ത് ചെയ്യാം, ഇവർക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആർ അലൗഡ് ടു അക്സെപ്റ്റ് NRA ഡിപ്പോസിറ്റ് ആൾസോ. നമ്മുടെ NRI, നോൺ റെസിഡന്റ് ഡിപ്പോസിറ്റ്, പ്രവാസി ഡിപ്പോസിറ്റ് ആർക്ക് വാങ്ങാൻ പറ്റും? സ്മോൾ ഫിനാൻസ് ബാങ്കിന് വാങ്ങാൻ പറ്റും. അതുപോലെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഇഷ്യൂ ചെയ്യാം. ആൻഡ് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, the PSL limit, so PSL target is same as RRB. നമ്മുടെ ഗ്രാമീൺ ബാങ്കുകളെ പോലെ 75% PSL ടാർഗറ്റ് ആർക്ക്? സ്മോൾ ഫിനാൻസ് ബാങ്കില്. അതുപോലെ they can issue mutual funds, they can issue insurance product, and there are 2 more criteria. ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്ക്
ഇവരുടെ ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ 20% ബ്രാഞ്ചുകൾ 25% ഓഫ് ദ ബ്രാഞ്ചസ് ഷുഡ് ബി ഇൻ അൺബാങ്ക് ഏരിയാസ്. ബാങ്കിന്റെ സേവനങ്ങൾ അധികം ഇല്ലാത്ത ഏരിയയിൽ എന്ത് ചെയ്യണം? ഈ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ 20% ബ്രാഞ്ചുകൾ അവര് സെറ്റ് ചെയ്യണം. അതുപോലെ മിനിമം 50% ഓഫ് ലോൺസ് ഓഫ് ദി സ്മോൾ ഫിനാൻസ് ബാങ്ക് ഷുഡ് ബി അപ് ടു 25 lakh ആയിരിക്കണം. സോ അറിഞ്ഞിരിക്കുക, പേര് പോലെ തന്നെ സ്മോൾ ഫിനാൻസ് എന്നല്ല പറഞ്ഞത്, സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പേര് പോലെ തന്നെ ഈ ബാങ്ക് കൊടുക്കുന്ന 50% ലോണുകളും, ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്ക് കൊടുക്കുന്ന 50% ലോണുകളും 25 lakhൽ താഴെയുള്ളതായിരിക്കണം. സോ സ്മോൾ സൈസ് ലോൺ ആയിരിക്കണം സ്മോൾ ഫിനാൻസ് ബാങ്ക് മെജോറിറ്റിയും കിട്ടുന്നത്. സോ 50% ഓഫ് ലോൺസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഷുഡ് ബി എ വാല്യൂ ഓഫ് ലെസ് ദാൻ 25 lakh ആയിരിക്കണം. 25 lakh താഴെയുള്ള ലോണുകളായിരിക്കണം 50% ലോണുകളും എന്നറിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയുന്നു എല്ലാവരും? സെഷൻ ഇന്ത്യ ഷാൽ ഐ end the session? Okay, clear ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? Any doubt from the topic that we have discussed today? നമ്മൾ ഡിസ്കസ് ചെയ്തത് RRB, കോപ്പറേറ്റീവ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്.